ഇപ്പൊ ചെറുതായിട്ട് വേദന വരുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് പുതിയൊരു വ്ളോഗുമായി വന്നിരിക്കുകയാണ്. സോ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ദിസ് വ്ളോഗ് ഇസ് എ ലിറ്റിൽ ബിറ്റ് സ്പെഷ്യൽ ബിക്കോസ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ന്യൂ ടാറ്റു. എനിക്ക് ഓൾറെഡി ഒരു ടാറ്റു ഉണ്ട്. സോ ഇതെൻ്റെ സെക്കൻഡ് ടാറ്റു ആണ്. നമ്മൾ കാഞ്ഞങ്ങാട് വന്നിരിക്കുകയാണ്. കാഞ്ഞങ്ങാടുള്ള ഇങ്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിനി സ്റ്റുഡിയോയിൽ എത്തിയിട്ട് കാണിച്ചു തരാം. The excitement of getting a new tattoo. എൻ്റെ വ്ളോഗ് ഉണ്ട്. സെർച്ചിങ് ഫോർ ദ ഡിസൈൻ. ഗൈസ്, നമ്മളിവിടെ എത്തി. ഡിസൈനൊക്കെ നോക്കി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എക്സൈറ്റഡ്. എന്താവും നമുക്ക് കാണാം, വഴിയെ കണ്ടറിയാം. ഓ, ക്യാമറ താന്ന് തോന്നുന്നു. സോട്ടോ. എന്താണ് ടാറ്റു അടിക്കാൻ പോണത് ഡിസൈൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആക്ച്വലി ഞാനൊരു റീല് കണ്ടു. ആ റീല് ഞാൻ ആൾക്ക് ടാറ്റു ചേട്ടനെ അയച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇറ്റ്സ് ഗുഡ്. ആൻഡ് എനിക്ക് പെട്ടെന്നൊരു മിനി ടാറ്റു ഐഡിയ ഉണ്ട്. ഞാൻ കുറേ നാളായി എനിക്കൊരു ഈവിൾ ഐൻ്റെ ടാറ്റു വേണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ അപ്പൊ അതാണ് അടിക്കാൻ പോകുന്നത്. ശരിക്കും ഹായ് പറ. ചക്ക കിട്ടി ഗൈസ്. നിങ്ങൾ ചക്കക്കറി എന്നാ പറയാ? ചക്ക ചക്ക വെച്ചത്. ചക്ക സീസൺ അല്ലേ ഇപ്പൊ. തകർത്തേനൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അല്ലേ? അതെ. അടിയിട്ടു കുത്തി ഗൈസ്. ഇല്ല ഇല്ല, വേദന ഒന്നുമില്ല. ചെറിയ വേദന മാത്രം ഒന്ന്. ഞാനതിങ്ങനെ നോക്കിയേക്ക, എന്നാലും നിങ്ങൾ കുത്തുന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് വേദന വരുന്നുണ്ട് കേട്ടോ. ഇല്ല, കണ്ടതാണേ. അപ്പൊ ടാറ്റുവിന് വേണ്ടി എത്ര വേദന സഹിച്ചാലും കുഴപ്പമില്ല. അത്ര വേദന നോക്കില്ല. ഇത് അതിന് പിന്നെ അങ്ങനെ ആക്കിയ അടിച്ചിട്ട് ഫൈനൽ ലുക്ക് കാണുമ്പോ ഒരു സന്തോഷം. ഓൺലി പെയിൻ ഐ ഡിസേർവ്. ഒരു സ്പ്രേ അടിച്ചേ അപ്പം അങ്ങോട്ട് കണ്ണങ്ങ് തല്ലെന്നൊന്ന് പറഞ്ഞിട്ട് അടിക്കുക. അതൊന്നുമില്ല. ജബ ഗൈസ്, വി ആർ ഗോയിങ് ടു 1 നമ്മൾ രണ്ടാമത്തെ ടാറ്റു അടിക്കാൻ പോകും. രണ്ടാമത്തെ അല്ലേ, ആക്ച്വലി മൂന്നാമത്തതാണ്. ഇന്നത്തെ രണ്ടാമത്തെ ടാറ്റു. ഞാൻ ഒന്നും പറയില്ല, എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഒന്നും പറയില്ല, എന്തെങ്കിലുമൊക്കെ. നമുക്കിത് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ്. പക്ഷെ പെർഫെക്ഷൻ കുറയ്ക്കുമ്പോ ആ മുഖം ഒന്ന് കാണട്ടെ. ഈ ടാറ്റു ഡിസൈൻ കാണിച്ചു കൊടുത്തോ, കുഴപ്പമില്ല. കാരണം എന്താ, ഇത് കോമൺ ആണ്. മറ്റത് കോമൺ അല്ലല്ലോ, ഇത് കോമൺ അല്ലേ? ഇവിടുന്ന് അടിച്ചിട്ടുണ്ടോ? ഇവളെ ഇത്
അതാ ഇതില് ഞാൻ ഭയങ്കര കോൺഫിഡൻസ്. ആ രസമില്ലേ? ഒന്നും മിണ്ടത്തില്ല. നേരെയാണോ നോക്കുക. നമ്മൾ ഈ കയ്യിലെ ടാറ്റു ഫിനിഷായി. പകുതി കാണിച്ചു തരാം. ഇങ്ങനെ ഫുള്ള് ഞാനിപ്പോ കാണിച്ചു തരില്ല. ഇതും കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓ അടുത്തത് ഇടാടെ വരും കണ്ടോ. കാണിച്ചെടുക്കേ. ഇത് കാണൂലല്ലോ കാണിച്ചാല്. ഇല്ല മതി. നമ്മുടെ ടാറ്റു അങ്ങനെ ഫിനിഷ് ആയിരിക്കുന്നു. അതല്ല ഹൈ ഇവിടെ ഉണ്ടൊരെണ്ണം. This is my first tattoo. This is my second tattoo. And this is my third tattoo. Thanks to this മനുഷ്യൻ. ഐഷ് ഇത്രയും നേരം എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് ചാടി മറിഞ്ഞ് വീഡിയോ എടുത്ത വീഡിയോഗ്രാഫർ നമ്മൾ ഇവിടുന്ന് കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ്. എല്ലാവരും സെറ്റ് നമ്മൾ സ്പോട്ടിലെത്തി ഗൈസ്. ഗൈസ് കഞ്ഞി തീർന്നു പോയി. ഫ്രൈഡ് റൈസ് കഴിക്കാം. അതാ കഞ്ഞി കുടിക്കുന്നതിന്റെ പിക്ക് എടുത്ത് വെച്ചത്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കുടിക്കുന്ന എടുത്ത് വെച്ചു. ആരെങ്കിലും കുടിക്കുന്ന എടുത്തിട്ട് കാര്യമില്ലല്ലോ. നല്ല ചട്ടിയിലൊക്കെ ഉണ്ടായിട്ടോ കാര്യമില്ല. ഒരു കഞ്ഞി കഞ്ഞി റെഡി. മോര് ടേസ്റ്റ് ചെയ്യുന്നേ. സ്പൂണിൽ കഴിച്ചിട്ടൊരു നമുക്ക് കഞ്ഞി കുടിച്ചാൽ മനസ്സിന് സമാധാനം. ഹലോ ഗായ്സ്, ഞങ്ങൾ കഞ്ഞി കുടിച്ചു. ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടുന്ന് നമ്മൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് വന്നതാന്ന് പറഞ്ഞോണ്ട് കഞ്ഞി തന്നല്ലേ. തീർന്ന കഞ്ഞി 10 കൂട്ട സാധനം അങ്ങനെ ഉണ്ട്. അതിലാകെ 3-4 സാധനങ്ങൾ കിട്ടി. ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ലതായിരുന്നു. നമ്മൾ റെയിൽവേയിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ ഗായ്സ്, ട്രെയിൻ വന്നു. ഹലോ. സോ നമ്മൾ അങ്ങനെ കൊയിലാണ്ടി സ്റ്റേഷനിലെത്തി. എൻ്റെ ഒരു ലോങ് ടേം വിഷയമായിരുന്നു ടാറ്റു അടിക്കണം എന്നുള്ളത്. എൻ്റെ ഒരു വിഷയമായിരുന്നു. പക്ഷെ ഞാൻ ഈ കയ്യിലടിച്ച ടാറ്റു ഡിസൈൻ നിങ്ങൾ കണ്ടില്ല. അത് ലീവുള്ളായി അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചു. അത് മാത്രം അടിക്കുമ്പോൾ ഒരു റോ ഫീല്. അതുകൊണ്ടാണ് ആ ഒരു ഹേർട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതടിച്ചത്. പിന്നെ അതേപോലെ തലയൊക്കെ പാറിയിട്ടുണ്ട്. പ്ലീസ് എക്സ്ക്യൂസ്. കാരണം ട്രെയിനിൽ വന്നതുകൊണ്ട് കുറച്ച് വേദന സഹിച്ചാൽ എന്താ നല്ലൊരു ഔട്ട്പുട്ട്. നമുക്ക് നല്ലൊരു ഔട്ട്പുട്ടാണല്ലോ വേണ്ടത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ടു കൃഷ്ണപ്രസാദ് ചേട്ടൻ ആൻഡ് ഇങ്ക് സ്റ്റുഡിയോ കാഞ്ഞങ്ങാട്. നിങ്ങൾക്കൊക്കെ ടാറ്റു വേണമെങ്കിൽ നിങ്ങൾ കാഞ്ഞങ്ങാടുള്ള സ്റ്റുഡിയോയിൽ പോയി വിസിറ്റ് ചെയ്യുക. എന്നിട്ട് എൻക്വയറി നടത്താൻ ടാറ്റു ചെയ്യുക. അടിപൊളിയാണ്. അടിപൊളി സർവീസാണ്. ആൻഡ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ ഡു ചെക്ക് ഔട്ട്. എനിക്കെന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ചെറിയ മഴക്കോളുണ്ട്. സോ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ ഒരു വ്ളോഗ് ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാഞ്ഞങ്ങാട് എത്തിയപ്പോഴാണ് ഒരു ഇൻഡ്യൂഷൻ പോലെ നമുക്ക് വരില്ലേ വീഡിയോ എടുക്കാം, കാരണം എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും കാണണം തോന്നിയാൽ ഷെയർ ചെയ്യാൻ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. വിചാരിച്ച പോലെ തന്നെ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായി. നമ്മൾ ആ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഫുഡ് കഴിഞ്ഞു. എന്നിട്ടും ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കോഴിക്കോടിനെ വന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടിയതാണ്. അത് അങ്ങനെയല്ല, കുറച്ച് അതിലൊരു 10 എക്സ്ട്രാ കറികൾ വരെയാണ്. ഞങ്ങൾക്ക് ഒരു 5-8 കിട്ടിയിട്ടുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മോര്, അതൊക്കെ ഗുഡ്. പിന്നെ ആ ഒരു സമയം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ തോട്ട് ഞാനത് ഷെയർ ചെയ്താൽ നല്ലൊരു വ്ളോഗായിട്ട് വരും എന്ന്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വ്ളോഗ്. എൻ്റെ സെക്കൻഡ് വ്ളോഗാണ് ചാനലിലെ. സോ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വ്ളോഗായിട്ട് കാണുന്നവരെ, ദിസ് ഇസ് ദേവി നന്ദന. താങ്ക്സ് ഫോർ വാച്ചിങ്.